അസ്സലാമലൈക്കും. ഷമീബാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ കാഴ്ചകൾ തുടരുന്നു. ഇന്നത്തെ റമദാൻ കാഴ്ചകൾ ഇഫ്താറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഫാമിലിയും ഞങ്ങളുടെ ഫ്രണ്ട് ഹഫീസ് ആൻഡ് ഫാമിലിയും UAE ഏറ്റവും വലിയ 2 പള്ളികളിൽ ഇഫ്താറുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ എന്നുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പള്ളിയിൽ നോമ്പ് കുറിക്കാൻ പോകുമ്പോൾ എന്തിനാണ് സ്നാക്സ് ജ്യൂസൊക്കെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. അതൊരു സർപ്രൈസ് ആണ്. ഹഫീസ് ആൻഡ് ഫാമിലിയും ഇതുപോലെ സ്നാക്സും ജ്യൂസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തെ കാഴ്ച ഷാർജ ഗ്രാൻഡ് മോസ്കിലേതാണ്. വീക്ക് ഡേയ്സിൽ ആണ് ഞങ്ങൾ പോയിരുന്നത്. അല്ലെങ്കിൽ വലിയ ഒരു തിരക്കുണ്ടാകും അവിടെ. പിന്നെ ഷാർജ മോസ്കിനെ കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതുകൂടി കാണണം. അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതുമാണ്. ഞങ്ങൾ 5:30 ഇവിടെ എത്തിയത്. അപ്പോഴേക്കും ഇഫ്താർ മീൽസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ക്യൂവിലാണ്. ഞാനും ആദമും കൂടി ക്യൂവിന്റെ പുറകിലോട്ട് നടന്നു. ഷെമീലയും ഫിൽസയും കൂടെയില്ല. കാരണം ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹഫീസ് ആൻഡ് ഫാമിലി നേരത്തെ എത്തിയത് കൊണ്ട് അവർ ക്യൂവിൽ വേറെ എവിടെയോ ആണ്. പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഈ വിശാലമായ ഏരിയയിലാണ് അവർ സ്ഥലം സെറ്റാക്കിയിട്ടുള്ളത്. ക്ലീനിങ് മെഷീൻ ഉപയോഗിച്ച് ഫ്ലോർ നന്നായി ക്ലീൻ ചെയ്യും. പിന്നെ പാദരക്ഷകൾ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഒരു തരി പൊടി പോലും നമുക്ക് ഈ ഫ്ലോറിൽ കാണുവാൻ വേണ്ടി സാധിക്കില്ല. 5:35 ആകുമ്പോൾ ക്യൂ നീങ്ങി തുടങ്ങും. ആദമിനെ പിടിവിട്ടാൽ പിന്നെ ഞാൻ പിറകെ ഓടേണ്ടി വരും. അതുകൊണ്ട് ആദമിനെ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യൂവിൽ നിൽക്കുന്നത്. ക്യൂ നീങ്ങി തുടങ്ങിയാൽ പിന്നെ അധിക നേരമൊന്നും ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. അവസാനം എനിക്ക് ഇരിക്കേണ്ട ഊഴം എത്തി. ഞാൻ വോളണ്ടിയറിനോട് ചോദിച്ച് ക്യൂവിന്റെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നു. കാരണം ആദം ഒരിക്കലും അടങ്ങി ഇരിക്കില്ല. അവനിങ്ങനെ ഓടി നടന്ന് കളിക്കണം. അതുകൊണ്ട് അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യൂവിന്റെ സൈഡിൽ തന്നെ ഇരുന്നു. ആദം അവന്റെ പണി തുടങ്ങി. അല്പം ചാട്ടം, പിന്നെ കിടത്തം, പിന്നെ നടന്നു പോകുന്നവരെ നോക്കി വായ്നോട്ടം, വീണ്ടും കിടത്തം. അങ്ങനെ എല്ലാവരും നോമ്പ് മുറിക്കുവാനായി കാത്തിരിക്കുന്നു. ഇനി 10 മിനിറ്റോളം ബാക്കി. 2500 മുതൽ 5000-ഓളം വിശ്വാസികളാണ് ഇവിടെ ദിവസേന നോമ്പ് മുറിക്കുവാനായി എത്തിച്ചിരുന്നത്. മീൽസ് റെഡി പാക്ക് ചെയ്ത് ട്രക്കിൽ കൊണ്ടുവരും. പിന്നീട് MSS വോളണ്ടിയർമാർ ചേർന്ന് അവർ ഇതുപോലെ അറേഞ്ച് ചെയ്യും. MSS അഥവാ മോഡൽ സർവീസ് സൊസൈറ്റി എന്നാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള UAE വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലാഭേച്ഛ ഇല്ലാത്ത സർവീസ് ഓർഗനൈസേഷൻ ആണ് മോഡൽ സർവീസ് സൊസൈറ്റി. ഇനി 5 മിനിറ്റുകൾ മാത്രം ബാക്കി. ആൾക്കാരൊക്കെ നാരങ്ങ പൊളിച്ചും മീൽ ബോക്സ് ഓപ്പൺ ചെയ്തും തയ്യാറായി നിൽക്കുന്നു. ഒരു സ്വദേശി മീഡിയയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. ഒരു ക്രെയിനിൽ കയറി ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ റെഡിയായി നിൽക്കുന്നു. വെള്ളം, ലബനബ്, ഹരീസ്, ബീഫ് ബിരിയാണിയും ഒക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കിറ്റില്ല. അത് ഷെയറിംഗ് ആയിരിക്കണം. ബാങ്ക് വിളിച്ചതോടുകൂടി എല്ലാവരും നോമ്പ് മുറിച്ചു. ഞാൻ വെള്ളവും ജസ്റ്റ് ഫ്രൂട്ടും മാത്രമേ കഴിക്കുന്നുള്ളൂ. ബിരിയാണിയും ഹരീസും പാർസൽ എടുത്തു. അതിനൊരു കാരണമുണ്ട്. അത് അവസാനം കാണാം. മഗ്‌രിബ് നമസ്കാരത്തിനായി ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിരുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഷാർജയിലെ ഏറ്റവും വലുതും UAE രണ്ടാമത്തേതുമായ ഈ മോസ്ക് ഏകദേശം 300 മില്യൺ ദിർഹം ചെലവഴിച്ച് 2014 നിർമ്മാണം ആരംഭിച്ചത്. 5 വർഷത്തിന് ശേഷം 2019 മെയ് 10 ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഉദ്ഘാടനം ചെയ്തു. മുൻവശത്തെ ഹാളിലും സൈഡ് ലോബികളിലും ഔട്ട്ഡോർ ഏരിയകളിലും ഒക്കെയായി 25,000 പേരെ ഉൾക്കൊള്ളുവാൻ കപ്പാസിറ്റിയുള്ള ഈ മോസ്കിന്റെ അകത്ത് 5,000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥന നിർവഹിക്കുവാനാകും. നിരവധി പൂളുകളും ഗാർഡനുകളും ഒക്കെ കൊണ്ട് മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇതിനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഷാർജ മോസ്കിനെ കുറിച്ചുള്ള വീഡിയോ പൂർണ്ണമായും കാണുക. അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 2200-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അതിലൊന്ന് ഇഫ്താറിനായി എല്ലാവരും ഇരുന്നിരുന്ന ആ സ്ഥലത്തിന്റെ അണ്ടർഗ്രൗണ്ടിലാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകർ അവിടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന സ്നാക്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, പള്ളിയിൽ നിന്നും കിട്ടിയ മീൽസ് ഒക്കെ പാർസൽ എടുത്തുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ മുമ്പിലുള്ള പുൽത്തകിടിയിൽ ഇരുന്നു. സമാധാനത്തോടെയുള്ള ഒരു നോമ്പ് തുറ. ഞങ്ങൾ മാത്രമല്ല, കുറെ ഫാമിലികൾ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ പള്ളിക്കുള്ളത്. ഇത് ആദമിനെ ഷെമീല പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ആദം ജനിച്ച ശേഷവും ഈ പള്ളിക്ക് മുമ്പിൽ വെച്ച് എടുത്ത 2 ഫോട്ടോസ് ആണ്. കുറെ പൂളുകൾ, ഫൗണ്ടെയിൻ, കളർഫുൾ ചെടികൾ, കുറെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഇതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം കൂടി വളരെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഈ പള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഷാർജ മോസ്കിലെ ഇഫ്താറുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ UAE ഏറ്റവും വലിയ പള്ളിയിലെ കാഴ്ചയാണ്.
ഇതിനു മുമ്പ് ഞാനും മൻസൂറും ഹസ്നാറൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഫാമിലി മൊത്തം ഈ സീസണിൽ ഈ റമദാനിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫാമിലിയുമായിട്ട് പോകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഷെമീലാന്റെ ഓഫീസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഷെമീല ഓഫീസിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ഹഫീസ് ആൻഡ് ഫാമിലി ഓൾറെഡി അബുദാബിയിലേക്ക് പുറപ്പെട്ടു. ഇതാണ് ശരിക്കും ഷെമീലാന്റെ ഓഫീസ് വരുന്നത്. ഷെമീല വരുന്നുണ്ട്. I really don't know. Now Olga she left because we are. അങ്ങനെ ഞാൻ വീണ്ടും ഷെയ്ഖ് സായിദ് മോസ്കില് ഒരാഴ്ച മുമ്പ് വന്നതാണ് അസൈനാറു മൻസൂറിന്റെ കൂടെ. പക്ഷെ ഇപ്രാവശ്യം ഫാമിലി. ഞങ്ങൾ 5 മണിക്ക് മുൻപായി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഒരു 6 മണിയോട് കൂടി ഇഫ്താറിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. ഷെയ്ഖ് സായിദ് മോസ്കിൽ ഞാൻ മൻസൂറും അസൈനാറിനും കൂടെ വന്നപ്പം ഇഫ്താറുമായി ബന്ധപ്പെട്ട് കാണിച്ചതിൽ രാത്രികാല കാഴ്ചകളാണ് അധികം കണ്ടത് നിങ്ങൾ. അപ്പോൾ ഷെയ്ഖ് സായിദ് മോസ്ക് പകൽ എങ്ങനെയുണ്ട് അതിന്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെയ്ഖ് സായിദിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പള്ളിയുടെ ഓരോ ഫീച്ചേഴ്സും അവരെങ്ങനെയാണ് നിർമ്മാണ രീതി എല്ലാതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. ഈ കാണുന്ന പൂളില് വൈകുന്നേരങ്ങളിൽ ഭയങ്കര രസമാണ് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നല്ല തണുപ്പൊക്കെയാണ് ഈ പൂളിൽ നിന്ന് വരുന്ന കാറ്റിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിന്റെ ഈ വശത്തും കാണാം. ഷെയ്ഖ് സായിദ് മോസ്കിൽ ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. അത് അവർ പറഞ്ഞ ആ രീതി അനുസരിച്ച് മാത്രമേ വസ്ത്രം ധരിച്ച് അകത്തേക്ക് കയറ്റുള്ളൂ. സ്ത്രീകൾക്കാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം. പുരുഷന്മാരാണെങ്കിൽ ഷോർട്സ് ഇട്ടിട്ട് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വിദേശീയരായ ഇംഗ്ലീഷുകാരൊക്കെ വരുമ്പം അറിയാലോ, അവർ ഷോർട്സ് ഒക്കെ ഇട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പർദ്ദ വാങ്ങാൻ കിട്ടും താഴെ. അപ്പോൾ അവർ പർദ്ദ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പർദ്ദയും ധരിച്ചു വരുന്ന മദാമ്മമാരെ കാണുവാൻ തന്നെ നല്ല ചന്തമാണ്. വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രപരവും ആധുനികവുമായ മൂല്യങ്ങളുമായി ഇസ്ലാമിക ലോകത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഏകീകരിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കാൻ ആഗ്രഹിച്ച UAEയുടെ അന്തരിച്ച പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 1994 മസ്ജിദിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2007 നിർമ്മാണം പൂർത്തിയാകാനിരിക്കെ 3 വർഷം മുമ്പ് 2004 ഷെയ്ഖ് സായിദ് മരിക്കുകയും പള്ളിയുടെ മുറ്റത്ത് അടക്കം ചെയ്യുകയും ചെയ്തു. 40,000-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലുതാണ് ഈ പള്ളി. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ 7,000-ലധികം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയും. 1,500 പേർക്ക് ശേഷിയുള്ള 2 ചെറിയ പ്രാർത്ഥനാ ഹാളുകളും ഉണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ പ്രാർത്ഥനാ ഹാളാണ്. മുറ്റത്തിന്റെ 4 കോണുകളിലും 107 മീറ്റർ ഉയരത്തിൽ 4 മിനാരങ്ങളുണ്ട്. പൂക്കളാൽ രൂപകൽപ്പന ചെയ്ത മുറ്റത്തിന് ഏകദേശം 1,80,000 ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത്. സിറിയൻ വാസ്തുശില്പിയായ യൂസഫ് അബ്ദുൽ ഖയുടെ മാനേജ്മെന്റിന്റെ കീഴിലാണ് പള്ളി രൂപകൽപ്പന ചെയ്തത്. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഒരു ലൈറ്റാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ഹാളിലെ പരവതാനി ഇറാന്റെ കാർപ്പറ്റ് കമ്പനി നിർമ്മിച്ചതും ഇറാനിയൻ കലാകാരനായ അലി ഖാലിക്കി രൂപകൽപ്പന ചെയ്തതുമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനിയായി കണക്കാക്കപ്പെടുന്നു. 6 മണിയായപ്പോൾ ഞങ്ങൾ പയ്യെ താഴേക്ക് നീങ്ങി. ഇവിടുന്ന് സ്പ്ലിറ്റ് ആവുകയാണ്. ബാച്ചിലേഴ്സ് ഒക്കെ അങ്ങോട്ട് പോകും, ഫാമിലിയൊക്കെ ഇങ്ങോട്ട് പോകും. ഷാർജ മോസ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെയായിരുന്നുവെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സ് വേറെ തന്നെയാണ്. പക്ഷെ ഫാമിലി എല്ലാം ഒരുമിച്ചാണ്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സിവിൽ ഡിഫൻസിന്റെ വാഹനങ്ങളും ആംബുലൻസും ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇഫ്താർ മീലുകൾ ഇങ്ങനെ ട്രോളികളിൽ കൊണ്ടുവച്ചതും കാണാം. അത് ചിക്കൻ ഒട്ടകം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. ഒട്ടകം കിട്ടണേ, ചിക്കൻ വേണ്ടേ? ഒട്ടകം മതിയായിരുന്നു. വെള്ള ഷർട്ടും കറുത്ത പാന്റും ക്യാപ്പും ഒക്കെ ഇട്ട ഒരു വലിയ ടീമാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും മട്ടനും ഒട്ടകമൊക്കെ ഉണ്ട്. ഞാൻ ഇന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നും രക്ഷയില്ലായിരുന്നു. നോക്കണാക്കുമ്പോഴേക്കും സെയിം ലാസ്റ്റ് ടൈം കിട്ടിയത് തന്നെയാണ് ഇന്നും. നോമ്പ് മുറിക്കുവാൻ സമയം വളരെ അടുത്തിരിക്കുന്നു. ഇപ്പോഴും ആളുകളുടെ വലിയ കൂട്ടം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വൈകി വരുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുവാനായാണ് നേരത്തെ ട്രോളിൽ കണ്ട ഇഫ്താർ മീലുകൾ. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നും വലിയ ശബ്ദത്തോടു കൂടി പീരങ്കി പൊട്ടും. പ്രത്യേക രീതിയിലുള്ള വളരെ കളർഫുൾ ആയ യൂണിഫോമോട് കൂടിയവരാണ് പീരങ്കി പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ പീരങ്കി പൊട്ടിയതോടുകൂടി എല്ലാവരും ഈന്തപ്പഴം കഴിച്ചുകൊണ്ട് നോമ്പ് മുറിച്ചു. ഷാർജപ്പള്ളിയെ അപേക്ഷിച്ച് ഇവിടുത്തെ മറ്റൊരു വ്യത്യാസം ആദമിന് വരെ സെപ്പറേറ്റ് മീൽസ് കിട്ടി എന്നതാണ്. 2 പള്ളികളിലെയും നോമ്പുതുറ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. റമദാൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല.
ഇത്തരം രസകരവും വ്യത്യസ്തവുമായിട്ടുള്ള റമദാൻ കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.